പക്ഷേ വി രാജേഷ് കൊള്ളാം, രസമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡൈനാമിസം എന്ന് നമ്മൾ പറയുന്ന ആര്യ രാജേന്ദ്രൻ വന്നപ്പോൾ ലോകശ്രദ്ധ തന്നെ പിടിച്ചു പറ്റി. വളരെ യങ്ങായിരുന്നു. എനിക്ക് തോന്നുന്നു അദാനി അടക്കമുള്ളൊരു ട്വീറ്റ് ചെയ്തു. ക്രോസ് മസാജിങ് ഒക്കെ ചിലർക്ക് താല്പര്യം കാണും, പക്ഷേ അതിൻ്റെ പുറകിൽ ഒരുപാട് ചൂഷണം നടക്കുന്നുണ്ടെന്ന് നമുക്കെല്ലാം അറിയില്ലേ. കുറെ കൂടെ മെച്ചമാകാമായിരുന്നു എന്ന് പലപ്പോഴും പല ആൾക്കാരും പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ വിമർശിച്ചു. ആര്യ രാജേന്ദ്രൻ ഒരുപാട് വർഷമുണ്ട് നമ്മുടെയൊക്കെ ഭാവി നേതാവാണ്ട ഒരു വ്യക്തി. ശ്രീ വി രാജേഷ് അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഡൈനാമിക്കായ ചലനാത്മകതയുള്ള ഒരു മേയറായി മാറി എന്നുള്ളത് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ ശ്രീലേഖ മാഡം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവർക്കും തീർച്ചയായിട്ടും ഒരുപക്ഷെ അടുത്ത നിയമസഭയിലോ എന്തെങ്കിലും മാഡം. പണ്ടത്തെ BJP അല്ല ഇപ്പം കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിട്ടുണ്ട്. നമ്മളെ വി രാജേഷ് കോർപ്പറേഷൻ മേയറാണ്. അപ്പൊ വി രാജേഷിന്റെ ആ ഒരു ഇപ്പൊ ഒരു 45-50 ദിവസത്തിനകത്തെ ആവുന്നുള്ളൂ. ആ ഒരു ഭരണ മുന്നേറ്റം എങ്ങനെ നോക്കിക്കാണും? കാരണം നായ്ക്കളെ പിടിച്ച് കൂട്ടടിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബഹുമാനത്തോടെ കാണുന്നത്. പക്ഷേ വി രാജേഷ് കൊള്ളാം, രസമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡൈനാമിസം എന്ന് നമ്മൾ പറയുന്ന ഊർജ്ജസ്വലത, അത് ബസ്സുകളുടെ കാര്യത്തിലെ നിലപാടാകട്ടെ, മസാജ് സെൻ്ററിൻ്റെ കാര്യത്തിലെ നിലപാടാകട്ടെ, പട്ടികളുടെ കാര്യത്തിലാകട്ടെ, ചില ആൾക്കാർ അദ്ദേഹത്തോട് വിയോജിച്ചേക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആർജവമുള്ള നിലപാടെടുത്ത് ആ മേയർ സ്ഥാനത്തിന് അലങ്കാരമായി അദ്ദേഹം മാറി എന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും സമ്മതിക്കും. ശരിയാണ്, നമുക്ക് കുറച്ചുകൂടെ പദ്ധതികളൊക്കെ വരായിരുന്നു, അതൊക്കെ മറ്റൊരു വിഷയം. പക്ഷേ ശ്രീ വി രാജേഷിൻ്റെ ഡൈനാമിസം അദ്ദേഹം കാണിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിഷയങ്ങളിൽ ആർജവത്തോടെ ഊർജ്ജസ്വലനായി അദ്ദേഹം നിലപാടൊക്കെ എടുക്കുന്നു. അദ്ദേഹം പുറത്തേക്ക് വരുന്നു. ഞാനും അദ്ദേഹമൊക്കെ ഒരുപാട് ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നല്ല പ്രഭാഷകനാണ്, നല്ല സംവാദകനാണ്, അതുപോലെ തന്നെ നല്ലൊരു സംഘാടകനും നല്ലൊരു കർമ്മയോഗിയുമാണെന്ന് അദ്ദേഹം ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തെളിയിച്ചു. അത് ഏതെങ്കിലും പാർട്ടിയോടുള്ള താല്പര്യം കൊണ്ടോ അല്ലാത്തത് കൊണ്ടല്ല പറയുന്നത്. ഒരാൾ നല്ലത് ചെയ്താൽ അതിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ശശി തരൂർ സാർ, അല്ലെങ്കിൽ അപ്പുറത്ത് വി രാജേഷ്, അല്ലെങ്കിൽ ആരാ, ഓരോ പാർട്ടിയിലും ഓരോരുത്തർ, എല്ലാ പാർട്ടിയിലും ഓരോ ആൾക്കാർ കാണും. ശ്രീ വി രാജേഷ് അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഡൈനാമിക്കായ ചലനാത്മകതയുള്ള ഒരു മേയറായി മാറി എന്നുള്ളത് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ എല്ലാവരും കണ്ടെത്തണം. അത് പറയുന്നതിന് ഒരു കാരണമുണ്ട്. ഏത് പാർട്ടിയാണെങ്കിലും നല്ലത് ചെയ്യുന്നവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. കാര്യം എന്നാലേ കൂടുതൽ ആൾക്കാർ നല്ലത് ചെയ്യും. CPM ആണെങ്കിൽ ഞാൻ ആര്യ രാജേന്ദ്രനെ കുറിച്ച് മാത്രമേ പറയൂ, BJP ആണെങ്കിൽ വി രാജേഷിനെ കുറിച്ചേ പറയൂ, അല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ ശബരി നായരെ കുറിച്ച് മാത്രമേ പറയൂ എന്നൊരു സ്റ്റാൻഡ് ഉണ്ടാകരുത്. പോസിറ്റീവ് എല്ലാ സ്ഥലത്തെയും നമ്മൾ എൻകറേജ് ചെയ്യണം, നെഗറ്റീവ് എല്ലാ സ്ഥലത്തെയും ഡിസ്കറേജ് ചെയ്യണം. ഇതുവരെയുള്ള ശ്രീ വി രാജേഷിൻ്റെ പെർഫോമൻസ്, മാധ്യമ ഇടപെടൽ, അദ്ദേഹം എടുത്ത നിലപാടുകൾ, നയങ്ങൾ വളരെ ഇപ്പോൾ സ്പായുടെ അടക്കമുള്ള വിഷയം നമുക്കറിയാം. ക്രോസ് മസാജിങ് ഒക്കെ ചിലർക്ക് താല്പര്യം കാണും, പക്ഷേ അതിൻ്റെ പുറകിൽ ഒരുപാട് ചൂഷണം നടക്കുന്നുണ്ടെന്ന് നമുക്കെല്ലാം അറിയില്ലേ. ഇനി അറിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമുണ്ടോ? അതിൻ്റെ പുറകിൽ അനാശാസ്യം എന്ന് പറയുന്ന പല കാര്യങ്ങളും നടക്കുന്നില്ലേ. ഇത് തടയേണ്ട ഒരു കാര്യമല്ലേ. ഇതില്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലേക്കും പോകില്ലേ. അപ്പോൾ വളരെ പോസിറ്റീവായ സ്റ്റെപ്പുകൾ അദ്ദേഹം എടുത്തു. അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പം കഴിഞ്ഞ ഭരണം, അതായത് ആര്യ രാജേന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ വി രാജേഷ് ആ ഒരു വ്യത്യാസം, ആ ഭരണവും ഈ ഭരണവും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവരുടെ ഭരണം കാരണമാണ് ഈ നഗരസഭ പോയതെന്ന് അവരെ പാർട്ടിയിൽ തന്നെ ഒരു വിമർശനം ഉണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് അങ്ങനെ ഞാൻ ആരെയും കമ്പയർ ചെയ്ത് നല്ലതോ ചീത്തയോ പറയല്ല. പക്ഷെ രണ്ട് കാര്യങ്ങൾ പറയാം. ശ്രീമതി അല്ലെങ്കിൽ കുമാരി ആര്യ രാജേന്ദ്രൻ, കുമാരിയായിരുന്നു, ആര്യ രാജേന്ദ്രൻ വന്നപ്പോൾ ലോകശ്രദ്ധ തന്നെ പിടിച്ചു പറ്റി. വളരെ യങ്ങായിരുന്നു. എനിക്ക് തോന്നുന്നു അദാനി അടക്കമുള്ള ഒരു ട്വീറ്റ് ചെയ്തു, മംദാനി അടക്കം അമേരിക്കയിൽ നിന്ന് അടക്കം ട്വീറ്റ് ചെയ്തു. ഞങ്ങളടക്കം എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ഒരാൾ വരണം. പക്ഷേ ചില ഇടപെടലുകളിൽ കുറെ കൂടെ മെച്ചമാകാമായിരുന്നു എന്ന് പലപ്പോഴും പല ആൾക്കാരും പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ വിമർശിച്ചു. ആര്യ രാജേന്ദ്രൻ ഒരുപാട് വർഷമുണ്ട് നമ്മുടെയൊക്കെ ഭാവി നേതാവാണ്ട ഒരു വ്യക്തിയാണ്. നല്ല ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തേണ്ട വ്യക്തിയാണ്. എല്ലാവിധ ആശംസയും ആര്യയ്ക്ക് നേരുന്നു. ആര്യയ്ക്ക് 1-2 അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ കിട്ടി, അതിനെക്കുറിച്ച് വിമർശനങ്ങളുണ്ടായി, എന്തൊക്കെ ആവട്ടെ. പക്ഷേ ആര്യയുടേതായ രീതിയിൽ പെർഫോം ചെയ്തു. ആര്യയ്ക്ക് ഇനി ഒരുപാട് വർഷമുണ്ട്. ശക്തമായ ആര്യ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പകരം ശ്രീ വി രാജേഷ് കുറച്ചുകൂടെ സീസൺഡ് ആണ്. ഒരുപാട് വിവാദങ്ങളെ അതിജീവിച്ച് തന്ന വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടുള്ള വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിന് ഇപ്പം ഇടയ്ക്ക് ശ്രീലേഖ മാഡം വരുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവർക്കും തീർച്ചയായിട്ടും ഒരുപക്ഷെ അടുത്ത നിയമസഭയിലോ എന്തെങ്കിലും മാഡത്തിന് അനുവദിക്കുകയാണെങ്കിൽ മാഡത്തിന് അതിനുള്ള പൊസിഷനും മറ്റും കിട്ടും. അപ്പോൾ ഈ കഴിവുള്ളവർ വളർന്നു വരണം എല്ലാ പാർട്ടിയിലും. ഇപ്പം ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയാൻ, നമ്മുടെ ശബരിയുടെയും കൂടെ കാര്യം പറയുകയാണ്. ശബരിയും വലിയ കോർപ്പറേറ്റ് കരിയറൊക്കെ കളഞ്ഞിട്ട് ദേശസേവനത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അങ്ങനെ നമ്മുടെ നാടിന് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യണം. അത് ശബരി ആണെങ്കിലും ശ്രീലേഖ മാഡം ആണെങ്കിലും വി രാജേഷ് ആണെങ്കിലും മുമ്പ് ആര്യ ആണെങ്കിലും അങ്ങനെ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് നമ്മുടെ നാട്ടിലുണ്ടാകണം. എനിക്ക് യോജിപ്പില്ലാത്ത പാർട്ടിയാണ്, അതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. 2, എൻ്റെ പാർട്ടിയാണ്, അതുകൊണ്ട് അയാൾ ചെയ്യുന്ന തെറ്റല്ല ശരിയാണെന്ന് ന്യായീകരിക്കരുത്. ഇതുവരെയുള്ള വി രാജേഷിൻ്റെ പെർഫോമൻസ് ഡൈനാമിസം അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വേസ്റ്റ് ക്രിട്ടിക്സ് പോലും സമ്മതിക്കും.
ഇപ്പൊ ഈ BJP-യുടെ ഒരു മുന്നേറ്റം ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലെ പലയിടങ്ങളിലും ഒരുപാട് സീറ്റുകൾ BJP പിടിച്ചിട്ടുണ്ട്. അടുത്ത നിയമസഭാ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അപ്പൊ അതില് ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് സീറ്റുകൾ പിടിക്കാൻ സാധ്യതയുണ്ട് BJP. രണ്ട് മൂന്ന് ആസ്പെക്ട്സ് ഉണ്ട്. അതായത് കേരളത്തില് 3.5 കോടിയോളം മലയാളികളാണ് ഉള്ളത്. ഇതിൽ 50 മുതൽ 55% വരെയാണ് ഹിന്ദുക്കൾ, 27 മുതൽ 30% വരെയാണ് മുസ്ലിങ്ങൾ, 17.5 അല്ലെങ്കിൽ 18-19% നമ്മുടെ ക്രിസ്ത്യാനികൾ. ഈ ക്രിസ്ത്യാനികളിലെയും മുസ്ലിങ്ങളിലെയും ഭൂരിപക്ഷം വോട്ടുകളും പോകുന്നത് കോൺഗ്രസിനാണ്. അതായത് ഏകദേശം ഒരു 70 അല്ലെങ്കിൽ ചിലപ്പോൾ 75% മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ വോട്ട് കോൺഗ്രസിനാണ് പണ്ടും പൊക്കോണ്ടിരുന്നത്, ഇപ്പോഴും പൊക്കോണ്ടിരുന്നത്. ഇപ്പം കുറെ കൂടി ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ കോൺഗ്രസിന് അനുകൂലമായി വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു 60-70%, കാര്യം ഒരു 10% വോട്ട് BJP-യിലേക്കും കൂടെ അട്രാക്റ്റഡ് ആയിട്ടുണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. അപ്പോൾ ഒരു 60-70% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് അവർക്ക് ഭരണത്തിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നൊരു തോന്നലുണ്ടാവുമ്പോൾ ബാക്കി വരുന്ന 50-55% നായർ, ഈഴവ, പുലയ, പിന്നോക്ക ഹിന്ദു, മുന്നോക്ക ഹിന്ദു വോട്ടുകൾക്കാണ് CPM-ഉം BJP-യും പ്രധാനമായി ഫൈറ്റ് ചെയ്യുന്നത്. ഇത് ആര് നേടുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ SNDP അടക്കമുള്ളവർ, PDJS ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാട് വേണമെന്ന് വാദിക്കുന്നവരാണ്. ഇതിനോട് യോജിക്കാം വിയോജിക്കാം, പക്ഷേ വെള്ളാപ്പള്ളി സാറൊക്കെ അങ്ങോട്ടാണ് ലീനിങ്. സർപ്രൈസിംഗ്ലി പണ്ട് മുതലേ കോൺഗ്രസിനോടൊപ്പം നിന്ന് NSS പോലും ഇന്ന് ചെറുതായിട്ട് ഇടതോട്ട് ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി വരാൻ പോകുന്നത് ഈ ഹിന്ദു വോട്ടുകൾക്ക് BJP CPM തമ്മിൽ വലിയൊരു ഫൈറ്റ് ഉണ്ടാകും. അപ്പോൾ ആര് ജയിക്കുമെന്നറിയില്ല. പക്ഷേ BJP പല പോക്കറ്റുകളിലും BDJS കാരണവും നായർ വോട്ടുകൾ കാരണവും BJPക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന നായർ, സവർണ, ഹിന്ദു വോട്ടുകൾ ഫോളോഡ് ബൈ സംഘമൊക്കെ വർഷങ്ങൾ കൊണ്ട് പിന്നോക്ക മേഖലയിൽ പ്രവർത്തിച്ചുണ്ടാക്കിയ ഒരു ഹിന്ദു ഐക്യ വോട്ടുകളാണ് പ്രധാനമായി വരുന്നത്. പിന്നീട് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ചില വോട്ടുകൾ. പക്ഷേ ആ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ടിൽ ചില വിള്ളലുകൾ ഉണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ സാന്റാക്ലോസിന്റെ വിഷയവും സാധനങ്ങളും ക്രിസ്മസ് ആക്രമണങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ചെറിയ പ്രശ്നം ഉണ്ടായി. പക്ഷേ രാജീവ് ചന്ദ്രശേഖർജിയുടെ ലൈൻ മോദിജിയുടെ ലൈൻ പോലെയാണ്, സബ്കാ സാത്ത് സബ്കാ വികാസ്. അദ്ദേഹം പറയുകയുണ്ടായി മുസ്ലിം വീടുകളിലേക്കും കൂടി BJP-ക്കാരെല്ലാം പോകും. എനിക്ക് തോന്നുന്നു അബ്ദുൽ സലാം സാറിന്റെ നേതൃത്വത്തിൽ എല്ലാ മുസ്ലിം വീടുകളും സന്ദർശിക്കും. അപ്പോൾ ഇതൊരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. ഇതിൽ ആരാണ് ജയിക്കുന്നത് എന്നനുസരിച്ചായിരിക്കും കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാവി നിർണ്ണയിക്കുക. കാര്യം CPM ഈ വോട്ടുകളെ, വിശിഷ്യ നായർ, ഈഴവ വോട്ടുകളെ റീറ്റെയിൻ ചെയ്യുമോ? ഇതാണ് ഒരു ചോദ്യം. രണ്ട്, എത്രമാത്രം BJPക്ക് അതിലൂടെ വളർന്നു വരാൻ പറ്റും? BJPക്ക് എന്തായാലും ഒരുപാട് മുസ്ലിം വോട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ BJPക്കാരും സമ്മതിക്കില്ല, മുസ്ലിങ്ങളും സമ്മതിക്കില്ല, സാധാരണ ഹിന്ദുക്കളും സമ്മതിക്കാൻ പോകില്ല. അപ്പം കഴിയുന്നത്ര നായർ, രണ്ടാമത് നസ്രാണി, മൂന്നാമത് ഈഴവ, ഹിന്ദു പിന്നോക്ക, ഹിന്ദു മുന്നോക്ക, ബ്രാഹ്മണ വോട്ടുകൾ കൂടുതലും BJPക്കാണ് പോകണം. എൻ്റെ അമ്മയൊക്കെ BJPക്ക് വേണ്ടി ക്യാമ്പയിന് വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലൊരു രാജീവ് ചന്ദ്രശേഖർജിക്ക് വേണ്ടി ക്യാമ്പയിന് പോയിട്ടുണ്ട്. ഇത് തമ്മിലൊരു ഹെൽത്തി വടംവലിയാണ് സംഭവിക്കാൻ പോകുന്നത്. ആര് ജയിക്കുമെന്ന് കണ്ടറിയണം. പക്ഷേ BJPക്ക് നരേന്ദ്രമോദിയുടെ ബ്രാൻഡ് സ്ട്രോങ് ആണ്. അതൊരു വലിയ സംഭവം കൂടിയാണ്. കാര്യം 10-15 വർഷമായിട്ട് ഒരാൾ ഇത്രയും സ്ട്രോങ് ബ്രാൻഡായി നിൽക്കുകയും ആൻറ്റി ഇൻകംബൻസി അടിക്കാതിരിക്കുകയും ചെയ്യുന്നത് അത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. അതിന് നരേന്ദ്രമോദിജിയുടെ ബ്രാൻഡ് സ്ട്രോങ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ നമ്മുടെ ഈ ബഡ്ജറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമായിരുന്നു. ഇപ്പം അധികം സാധനങ്ങൾ വന്നില്ല എന്നൊരു ഫീലിംഗ് വരും. പക്ഷേ ഇലക്ഷൻ ക്യാമ്പയിൻ ആകുമ്പോൾ വീണ്ടും മോദിജി അടക്കമുള്ളവർ വരികയും എന്തെങ്കിലും ഇലക്ഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതായിരിക്കും. ചില കാർഡുകൾ നമ്മൾ അവസാനമായിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നതായിരിക്കാം. BJPക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. വിശിഷ്യ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, ഈ മേഖലകളിൽ, തിരുവനന്തപുരം, ട്രാവൻകൂർ മേഖലകളിലായിരിക്കും. ഇപ്പം BJP മലപ്പുറത്ത് ജയിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. BJPയുടെ ഏറ്റവും അന്ധമായി വിശ്വസിക്കുന്ന ആൾക്കാർ പോലും BJP മലപ്പുറത്ത് ജയിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത്. അപ്പം BJPക്ക് കൂടുതൽ നായർ, ഹിന്ദു ഡോമിനേറ്റഡ് സ്പേസ് ആയിരിക്കും ഫസ്റ്റ് വരിക. പിന്നീട് മധ്യ തിരുവിതാംകൂറിലെ കുറച്ച് ക്രിസ്ത്യൻ മേഖലകളും കൂടി വരാൻ ചാൻസ് ഉണ്ട്.